പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങി ആശാവർക്കർമാർ. മറ്റന്നാൾ 3 ആശമാർ അനിശ്ചിതകാല നിരാഹാരമിരിക്കും. പിന്തുണയുമായി പ്രതിപക്ഷ പാർട്ടികളും അവർക്കൊപ്പമുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും ആശമാർ വ്യക്തമാക്കി. സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ആശാവർക്കർമാർ 37 ദിവസമായി തുടരുന്ന രാപ്പകൽ സമരത്തിന്റെ രീതി സെക്രട്ടേറിയറ്റ് ഉപരോധത്തോടെ മാറ്റിയിരിക്കുകയാണ്. വ്യാഴാഴ്ച 3ാം ഘട്ട സമരം ആരംഭിക്കും. കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കാനായി വിവിധ ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് ആശാവർക്കർമാരാണ് തലസ്ഥാന നഗരിയിലേക്ക് എത്തിയത്. സെക്രട്ടേറിയറ്റ് ഉപരോധിച്ച് വീര്യം കൂട്ടിയ സമരത്തെ തണുപ്പിക്കാനായിരുന്നു മാനദണ്ഡങ്ങൾ പിൻവലിച്ചുള്ള സർക്കാരിന്റെ ഉത്തരവ്. എന്നാൽ ഓണറേറിയം വർധനവ് ഉൾപ്പെടെ നടപ്പിലാക്കാതെ പിന്നോട്ടില്ലെന്നാണ് ആശമാരുടെ നിലപാട്. എന്ത് ത്യാഗം സഹിച്ച് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഇവിടെ ഞങ്ങൾ സമരം ചെയ്യും. അനിശ്ചിതകാല നിരാഹാര സമരമാണ് ആദ്യമായിട്ട് ഞങ്ങൾ നടത്താൻ പോകുന്നത്. അത് കഴിഞ്ഞ് എന്ത് വേണമെന്നുള്ളത് ഞങ്ങളുടെ യൂണിയൻ നേതാക്കന്മാർ തീരുമാനിക്കും. സമരത്തെ നേരിടാൻ സർക്കാർ പരിശീലന ക്ലാസ് നടത്തിയെങ്കിലും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം തള്ളിയാണ് ആശമാർ സമരത്തിനെത്തിയത്. 3ാം ഘട്ട സമരത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച മുതൽ നിരാഹാര സമരം തുടങ്ങുമെന്ന് ആശമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 3 ആശമാരായിരിക്കും നിരാഹാര സമരമിരിക്കുക. ഈ പൊതുസമൂഹം തീരുമാനിക്കട്ടെ ആശാവർക്കർമാർ പട്ടിണി കിടന്ന് മരിക്കണോ വേണ്ടോ എന്നുള്ളത്. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കോവിഡ് കാലത്തടക്കം വലിയ സേവനം നടത്തിയ ആളുകളാണ് ഇവരെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. പക്ഷേ കൂലി കൊടുക്കില്ല എന്ന് എന്തിനാണ് ഇത്ര വാശി പിടിക്കുന്നത്? ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും ഒക്കെ അവർക്ക് മതിയായില്ല എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് അനിശ്ചിതകാല നിരാഹാര സമരമാണ്. ആശാവർക്കറുടെ പട്ടിണി കിടക്കും. സമരത്തെ പിന്തുണച്ച് വിവിധ പ്രതിപക്ഷ പാർട്ടികളും പിന്തുണയറിയിച്ച് രംഗത്ത് വരുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.